നമ്മുടെ വാട്സാപ്പ് ബിസിനസ്സിലുള്ള ചാറ്റുകൾ അറിയാതെ നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയാൽ ഒരു റിക്കവറി സോഫ്റ്റ്വെയർ പോലും യൂസ് ചെയ്യാതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ നമുക്ക് തിരിച്ചെടുക്കാനാകും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പറയുന്ന എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഒരു ചെറിയ തെറ്റ് മതി നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിൽ ഇതുവരെയുള്ള എല്ലാ മെസ്സേജുകളും നഷ്ടപ്പെടാൻ. അപ്പോൾ ആദ്യം ഈ കാണുന്ന എൻ്റെ വാട്സാപ്പ് ബിസിനസ്സിലെ ഈ ചാറ്റ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ ഒരു ചാറ്റ് ഞാൻ ക്ലിയർ ചാറ്റും ചെയ്യാം, മറ്റൊന്ന് ഡിലീറ്റും ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഒരു ചാറ്റ് ഡിലീറ്റും മറ്റൊന്ന് ക്ലിയർ ചാറ്റും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അറിയാതെ മെസ്സേജുകൾ ഡിലീറ്റ് ആയി പോയാൽ ആദ്യം നിങ്ങൾ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചാറ്റ്സ് എന്ന ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ചാറ്റ്സ് എന്ന ഈ ഓപ്ഷനിൽ താഴെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി ചാറ്റ് ബാക്കപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിലെ ബാക്കപ്പ് നിങ്ങൾ ഗൂഗിൾ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക. അതിനുശേഷം മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്ന ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. തുടർന്ന് ക്രോം ബ്രൗസർ ചൂസ് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ വൺ എന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽ കാണുവാൻ സാധിക്കും. ഇവിടെ താഴെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് എന്നതിൽ വാട്സാപ്പ് കാണുന്നില്ല എങ്കിൽ അതർ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് കാണാം. ഇനി വാട്സാപ്പ് എന്നതിൻ്റെ വലത് ഭാഗത്ത് ഇതുപോലെ ഒരു ആരോ മാർക്ക് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ ബാക്കപ്പ് ഡീറ്റെയിൽ കാണുവാനാകും. ഈ ബാക്കപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിലീറ്റ് ബാക്കപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇവിടെ ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ബാക്കപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ബാക്കപ്പ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതായത് ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ചില ഫോണുകളിൽ ഫയൽസ് എന്നായിരിക്കും, ചിലതിൽ മൈ ഫയൽസ് എന്നായിരിക്കും. ഫയൽസ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോറേജിൽ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആൻഡ്രോയിഡ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ മീഡിയ എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. മീഡിയ എന്ന ഫോൾഡറിനുള്ളിൽ com.whatsapp.w4b എന്ന ഈ ഫോൾഡർ കാണാം. ഇനി ഈ ഫോൾഡറിന്റെ ഒരു കോപ്പി നിങ്ങളുടെ ഫോണിലെ മറ്റ് ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക. സാധാരണ കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം com.whatsapp.w4b എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് കോപ്പി എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് ഫോൾഡറിലേക്കാണോ കോപ്പി ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം കോപ്പി ഹിയർ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഓഡിയോ ബുക്സ് എന്ന ഫോൾഡറിലേക്കാണ് കോപ്പി ചെയ്ത് വെച്ചത്. com.whatsapp.w4b എന്ന ഫോൾഡറിന്റെ ഒരു കോപ്പി മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഫയൽസ് ആപ്പ് ക്ലോസ് ചെയ്യുക. ഇനി ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ആപ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാം, ഇത് ഓപ്പൺ ചെയ്യുക. ഈ ആപ്സ് എന്ന ഓപ്ഷനിൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. ഇതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ വാട്സാപ്പ് ബിസിനസ് കാണാം, ഇത് ഓപ്പൺ ചെയ്യുക. ഇനി വാട്സാപ്പ് ബിസിനസ് ഇവിടെ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുക. വാട്സാപ്പ് ബിസിനസ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ വീണ്ടും ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ com.whatsapp.w4b എന്ന ഫോൾഡറിന്റെ ഒരു കോപ്പി നമ്മൾ ആദ്യം മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഫോൾഡർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓഡിയോ ബുക്സ് എന്ന ഈ ഫോൾഡറിലേക്കാണ് കോപ്പി ചെയ്ത് മാറ്റിവെച്ചത്. ഇതുപോലെ നിങ്ങൾ ഏത് ഫോൾഡറിലേക്കാണോ മാറ്റിവെച്ചത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും com.whatsapp.w4b എന്ന ഈ ഫോൾഡർ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇന്റേണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മീഡിയ എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി com.whatsapp.w4b എന്ന ഫോൾഡർ ഇവിടെ പേസ്റ്റ് ചെയ്യുക. മീഡിയ എന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും മാറിപ്പോകരുത്. com.whatsapp.w4b എന്ന ഫോൾഡർ പേസ്റ്റ് ചെയ്തതിന് ശേഷം com.whatsapp.w4b എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്താൽ ഇതിൽ വാട്സാപ്പ് ബിസിനസ് എന്ന ഈ ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ബിസിനസ് എന്ന ഫോൾഡറിൽ ഡാറ്റാബേസ് എന്ന ഈ ഫോൾഡർ കാണാം. ഈ ഡാറ്റാബേസ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസിൻ്റെ ഓരോ ദിവസത്തെയും ഡാറ്റാബേസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ ഓരോ ഫയലിനും ഡേറ്റും ടൈമും ഉണ്ടാകും. ഇനി നിങ്ങൾ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൻ്റെ ഡാറ്റാബേസ് ഇവിടെ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നലെയാണ് ചാറ്റ് ഡിലീറ്റ് ചെയ്തത്, പക്ഷേ ഇന്നാണ് നിങ്ങൾ റിക്കവറി ചെയ്യുന്നത് എങ്കിൽ ഈ 2 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ഡാറ്റാബേസ് ഫോണിൽ സേവ് ആയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ അവസാനത്തെ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റാബേസ് സേവ് ആയിട്ടില്ല എങ്കിൽ പിന്നെ ഒരു ഡാറ്റാബേസ് ഫയലും ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല. ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡാറ്റാബേസും സേവ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാറ്റാബേസ് ഫയൽ ഡിലീറ്റ് ചെയ്യാത്തത്. ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇനി ഫയൽസ് ആപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇനി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്യുക. വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഈ നോട്ടിഫിക്കേഷന് അലോ കൊടുക്കുക. എന്നിട്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ബാക്കി പെർമിഷനുകളെല്ലാം സാധാരണ കൊടുക്കുന്നത് പോലെ കൊടുക്കുക. എല്ലാ പെർമിഷനുകളും കൊടുത്തതിന് ശേഷം റീസ്റ്റോർ യുവർ ചാറ്റ്സ് എന്ന ഈ പേജ് ഓപ്പൺ ആകും. ഇവിടെ 2 ഓപ്ഷനുകൾ ഉണ്ടാകും. ഇതിൽ റീസ്റ്റോർ എന്ന ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസിൻ്റെ ബാക്കപ്പിൻ്റെ ഫയലിനനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. റീസ്റ്റോർ 100% ആയാൽ ഇതുപോലെ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ സെറ്റ് ചെയ്യുക. ഓപ്ഷനുകൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്കിപ്പ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് ബിസിനസ്സിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത ചാറ്റും ക്ലിയർ ചെയ്ത ചാറ്റും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ 2 ചാറ്റുകളിൽ ഈ ചാറ്റാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഈ ചാറ്റാണ് ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഏത് ഡാറ്റാബേസ് ആണോ റീസ്റ്റോർ ചെയ്യുന്നത് ആ ഡാറ്റാബേസിലുള്ള മെസ്സേജുകൾ മാത്രമായിരിക്കും റീസ്റ്റോർ ആകുന്നത്. വാട്സാപ്പ് ബിസിനസ്സിലെ മെസ്സേജുകൾ അറിയാതെ ഡിലീറ്റോ ക്ലിയർ ചാറ്റോ ചെയ്താൽ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കാനാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.